ഏത് ഡോക്ടറെ കാണിക്കുന്നേ? സുഷമ ഡോക്ടറെയാ. എന്താ ഒരു തിരക്കെന്നറിയോ? കൊറേ നേരം കാത്തു നിക്കണം. അതുകൊണ്ട് തന്നെ ഗൗരി ചില മാസങ്ങളങ്ങ് മടിക്കും. അടുത്ത മാസം പോവാന്ന് പറയും. ഞാൻ പക്ഷെ നിർബന്ധിച്ചു കൊണ്ടുപോകും. അമ്മേ, പ്രഭാന്തിയെ വിളിക്കുന്ന. അയ്യോ ഈശ്വര, ഞാനിന്ന് അങ്ങോട്ട് ചെന്നില്ലല്ലോ, അതുകൊണ്ടാ വിളിക്കുന്നത്. നീ അതിങ്ങ് തന്നേ. ഹലോ പ്രഭക്കുഞ്ഞെ. നീ എന്താ ചന്ദ്രോത്ത ജോലി വേണ്ടാന്ന് വെച്ചോ? കുഞ്ഞെ, ഞാനങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ഇന്ന് വരാൻ ഇത്തിരി വൈകും. ഓ, നീയാണോ ഇപ്പൊ ഇവിടുത്തെ ജോലി ചെയ്യുന്ന സമയമൊക്കെ തീരുമാനിക്കുന്നത്? അയ്യോ അതൊന്നും അല്ല, ഗൗരിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഗൗരിയുടെ അച്ഛന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലായിരുന്നു. പിണക്കവും പരിഭവവും ഒക്കെ ഒന്ന് തീർക്കണ്ടേ? നിന്റെ വീട്ടുവിശേഷം കേൾക്കാനല്ല ഞാൻ വിളിച്ചത്. മീര ഇപ്പൊ ഡിസ്ചാർജ് ചെയ്ത് വരും. മുറിയൊക്കെ ശരിയാക്കി ഇടണം. ഞാനിപ്പോ വരാം കുഞ്ഞെ. നിന്റെ ഇഷ്ടത്തിന് ഞാൻ നോക്കിയിരിക്കണോ? ഇവിടുത്തെ ജോലി മടുത്തെങ്കിലേ വിട്ടിട്ട് പോണം. അത് എന്തിനും പോന്ന ഒരു മോനുണ്ടല്ലോ, അന്തസ്സുള്ള ജോലി അവൻ കണ്ടുപിടിച്ചു തരും. അങ്ങനെയൊന്നും പറയല്ലേ കുഞ്ഞെ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവനോട് പറഞ്ഞേക്ക്, അവന് ഞാൻ ഓങ്ങി വച്ചിട്ടുണ്ടെന്നും. അവൻ എന്റെ നേർക്ക് വിരല് ചൂണ്ടി സംസാരിച്ചത് ജീവിതകാലത്ത് ഞാൻ മറക്കില്ല. പോട്ടെ കുഞ്ഞെ, ഒക്കെ കഴിഞ്ഞില്ലേ. അവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. അയ്യോ, നീ ക്ഷമ ചോദിച്ചിട്ട് കാര്യമില്ല. ഇനി അവന്റെ ക്ഷമയും വേണ്ട. നന്ദനെ ചീത്തയാക്കുന്നത് മുഴുവനും നിന്റെ തലതെറിച്ച മോനാ. ഞാൻ എന്തു പറഞ്ഞാലും എതിർത്തൊന്നും പറയാതിരുന്ന നന്ദൻ ഇപ്പൊ എന്റെ നേരെ നിന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു. ഒക്കെ നിന്റെ മോന്റെ ഉപദേശോ? പറഞ്ഞേക്കവനോട്, ചന്ദ്രോത്ത പ്രഭയോടാണ് അവൻ കളിച്ചിരിക്കുന്നതെന്ന്. ഹലോ കുഞ്ഞെ, അവരിറങ്ങിയ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഇവിടെ ഹരിയേട്ടൻ വന്നിട്ടുണ്ട്. ഒരു ചായ കൊടുക്കാൻ പോലും ആളില്ല. അപ്പോ മീനാക്ഷി വന്നില്ലേ? വന്നെങ്കിൽ പിന്നെ നിന്നോട് പറയുവോ? ഞാൻ വേഗം വരാം കുഞ്ഞെ. നിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. നീയും നിന്റെ മോനും ഒക്കെ ആണല്ലോ ഇപ്പൊ ചന്ദ്രോത്ത് ഭരിക്കുന്നത്. കുഞ്ഞെ, ഹലോ. ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ. ഞാൻ എന്നാ ചന്ദ്രോത്തേക്ക് ചെല്ലട്ടെ, അവിടെ ആരും ഇല്ലെന്ന്. ഇപ്പൊ എങ്ങോട്ടും പോണ്ട, ഇവരൊക്കെ പോയിട്ട് പോയാ മതി. അല്ലടാ, അവിടെ പോണ്ടോന്ന് പറഞ്ഞില്ലേ. ഇങ്ങോട്ട് കയറി വന്നേ. ഇപ്പോ തനിക്ക് നല്ല വ്യത്യാസമുണ്ടോ? ഇനി പഴയതുപോലെ നടന്നു തുടങ്ങണം, സംസാരിച്ചു തുടങ്ങണം. പിന്നെ ജനപ്രതിനിധിയുടെ ഓട്ടം, MLA പ്രസംഗം. ആ പ്രഭേ, താൻ എഴുതി വെച്ചോ, 1 മാസത്തിനകം ഇയാൾ ഫുൾ ഫോമിലാവും. പിന്നെ പഴയ പുലിക്കുട്ടിയായിട്ട് തകർക്കും, നോക്കിക്കോ. ഹരിയേട്ടന്റെ വാക്ക് പൊന്നാവട്ടെ. ഞാനിപ്പോ ഇന്ന് ഇങ്ങോട്ട് വന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. പ്രഭയ്ക്കറിയാം, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവും. മീരയുടെ കാര്യം തന്നെയാണ്. ആ കുട്ടി എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഞാൻ സിദ്ധുവിനോട് പറഞ്ഞിരുന്നു. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു എല്ലാവരും. അങ്കിൾ, മോളെ, ഒരു ചായ കിട്ടിയാൽ കൊള്ളാമെന്ന് ഞാനിപ്പോ മനസ്സിൽ കരുതിയതേ ഉള്ളൂ. അച്ഛന് കോഫി എടുക്കട്ടെ?
ആ മോള് നിന്നെ. ദേവിയും കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ഒക്കെ ഞാൻ അവളോട് പറഞ്ഞതാ ഹരിയേട്ടാ. നന്ദനും ദേവികയ്ക്കും ഇതിന്റെ ഗൗരവം മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ വിഷയം വിട്ടു. മോളെ, കാര്യങ്ങൾ വളരെ സീരിയസ് ആണ്. ഞാൻ നന്ദനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണല്ല. മീര തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാ ഓരോന്ന് പറയുന്നത്. മീര ചിലപ്പോ മോളെ മീര എന്തോ തീരുമാനിച്ചോട്ടെ, അതൊന്നും ഇവരെ ബാധിക്കാൻ പോകുന്നില്ലെന്നാ നന്ദൻ പറയുന്നത്. താൻ എന്ത് വിഡിത്തമായി പറയുന്നത്? പ്രഭ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഞാൻ പറയുന്നത് ആര് കേൾക്കാൻ? സിധു, താനെന്താ കുട്ടികളോട് പറയാത്തത്? ദേ, എന്റെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയത്. ഒരാൾ തീർക്കുമെന്ന് വേറൊരാൾ ഉറപ്പിച്ചു പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോഴത്തെ ടെൻഷൻ ഇപ്പൊ ഇത് പറയുമ്പോഴും എനിക്കുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഞാൻ ഇതിനെക്കുറിച്ച് ഇനി നന്ദനോട് ഒന്നും പറയുന്നില്ല. വെറുതെ ഞാനെന്തിനാ അവന്റെ ദേഷ്യം കാണുന്നത്? വരുന്നത് ഒന്നിച്ചങ്ങ് അനുഭവിക്കും, അത്ര തന്നെ. പ്രഭേ, പ്രഭ വെറുതെ കുട്ടികളെ പോലെ സംസാരിക്കാതെ. നന്ദൻ എവിടെ? അവനെ വിളിക്ക്, ഞാൻ സംസാരിക്കാം അവനോട്. നന്ദൻ ഹോസ്പിറ്റലിൽ പോയേക്ക. മീരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യല്ലേ? അപ്പോ ആ കുട്ടി നേരെ ഇങ്ങോട്ടാണോ വരുന്നത്? അതെ. എന്നിട്ടാണോ നിങ്ങളിങ്ങനെ നിസ്സാരമായിട്ടിരിക്കുന്നത്? വരാൻ പോകുന്ന ആപത്തിനെ പറ്റി ഒരു സീരിയസ്നെസ് നിങ്ങൾക്കില്ലേ? മോളെ, യു ഷുഡ് ലീവ് ദിസ് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് മോൾ ഇവിടെ നിന്ന് മാറിയേ പറ്റൂ. പ്രഭേ, തനിക്ക് എന്റെ ഗൗരവം അറിയില്ലേ? ഒന്ന് സംസാരിക്ക. ഇല്ല ഹരിയേട്ടാ, ഞാൻ ഇനി പറയില്ല. ഒന്നല്ല രണ്ടല്ല, പല വട്ടം ഞാൻ പറഞ്ഞു. ഇനിയില്ല. പറഞ്ഞില്ലേ, വരും പോലെ വരട്ടെ. ചിലപ്പോ എന്തെങ്കിലും പ്രതിവിധി കണ്ടിട്ടുണ്ടാവും. എന്ത് പ്രതിവിധി? ദേവിക ഈ വീട്ടിൽ നിന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ ഒരു പ്രതിവിധി. ബാക്കി എന്താ വേണ്ടതെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. സിദ്ധു, താൻ പറഞ്ഞ മോള് കേൾക്കൂ. അച്ഛൻ പറ, ഞാനിവിടുന്ന് ഇറങ്ങണോ? ഇപ്പോ മാറി നിക്കണോന്നാണോ? മോളുടെ നല്ലതിനു വേണ്ടിയിട്ടാ തൽക്കാലം മാറി നിൽക്കാൻ പറയുന്നത്. മോള് എത്രയും പെട്ടെന്ന് മോളുടെ വീട്ടിലേക്ക് പോയിക്കോ. ആ, അല്ലെങ്കിൽ വേണ്ട, മോള് വാ, അങ്കിളിന്റെ വീട്ടിലേക്ക് പോവാ. എന്തായാലും പെട്ടെന്ന് ഇറങ്ങണം. അങ്കിൾ, എനിക്കൊരു 5 മിനിറ്റ് തരണം. മോളെ, ഓരോ മിനിറ്റ് പോലും നമുക്ക് വിലപ്പെട്ടതാ.
അറിയാം അങ്കിൾ. അങ്കിളും അച്ഛനും ഒക്കെ എന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. പക്ഷെ ഒരു 5 മിനിറ്റ്. മോളെ, ആലോചിക്കാനൊന്നുമില്ലെന്നാ എനിക്ക് പറയാനുള്ളത്. പെട്ടെന്നിറങ്ങ്, നമുക്കുടനെ പോവാം. ഹലോ ദേവി. നിങ്ങള് പുറപ്പെട്ടു നന്ദു? ഇല്ല, പുറപ്പെടാൻ തുടങ്ങുന്നേ ഉള്ളൂ. നന്ദു, ഞാനൊന്ന് വീട്ടിൽ പോയിക്കോട്ടെ? വീട്ടിലേക്കോ? എന്തിനാ ഇപ്പോ? വെറുതെ, കുറച്ചു നാളായില്ലേ. 2 ദിവസം വീട്ടിൽ നിൽക്കാന്ന് വിചാരിച്ച് ചോദിച്ചതാ. അമ്മ നിന്നോട് വീണ്ടും സംസാരിച്ചു അല്ലേ? വീട്ടിൽ പോകാൻ പറഞ്ഞത് അമ്മയാണോ? ആന്റി മാത്രമല്ല. പിന്നെ വേറെ ആരാ? ഹരിയങ്കിള് വന്നിട്ടുണ്ട്. അങ്കിളും അച്ഛനും എല്ലാരും എന്നോട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറാൻ. വേണ്ട, ഒരിടത്തേക്കും പോണ്ട. വൈകാതെ ഞങ്ങളങ്ങെത്തും. എല്ലാത്തിനും ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനുണ്ട്. ശരി. നീ ജാനകി ആന്റി കണ്ടില്ലേ? ആന്റി ഒന്ന് പറഞ്ഞു. ആന്റി ഇപ്പൊ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. ഓ, നന്ദനും ചേച്ചിക്കും ആകെ ബുദ്ധിമുട്ടായല്ലേ? മീരെന്താ അങ്ങനെ പറയുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഫോർമാലിറ്റിക്ക് വേണ്ടി എന്തേലും പറയണ്ടേ? ശരി ശരി. നന്ദ, ഡിസ്ചാർജ് ചെയ്യാനുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഉടനെ പോവാം കേട്ടോ. ആ ശരി. മീരമോളെ, അപ്പൊ നല്ല കുട്ടിയായി വീട്ടിലിരിക്കണം. അടുത്ത ആഴ്ച ചെക്കപ്പിനും വരണം. ഓക്കെ ഡോക്ടറമ്മേ. കൃത്യസമയത്ത് ഫുഡ് കഴിക്കണം, കൃത്യമായ ഉറക്കം, എക്സസൈസ് ഒക്കെ വേണം. ഏറ്റു. നന്ദ, ഇങ്ങ് വന്നേ. ആന്റി പറഞ്ഞത് കേട്ടല്ലോ. എനിക്ക് കൃത്യമായ സമയത്ത് ഫുഡ് വേണം. അതിന്റെ ഉത്തരവാദിത്തം നീ ഏറ്റെടുക്കണം. കണ്ടോ കണ്ടോ, അവൻ ഇഷ്ടപ്പെട്ടില്ല. എന്താ മോളെ ഇത്? അതിനൊക്കെ അവിടെ പ്രഭയും രജനിയൊക്കെ ഇല്ലേ? അവരാ കാര്യങ്ങൾ ചെയ്തോളും. ഓക്കെ? പിന്നെ മെന്റൽ ടെൻഷൻ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻസും ഉണ്ടാകാൻ പാടില്ല. മനസ്സ് സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഇവര് ശ്രദ്ധിക്കണം. അതെന്താ? എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന സാഹചര്യങ്ങൾ ചന്ദ്രോത്ത് ഉണ്ടാവരുത്. എനിക്കിഷ്ടമില്ലാത്തവരവിടെ വരരുത്, കാണരുത്. അന്ന് വന്നില്ല പെണ്ണ്. എന്താ അവിടുത്തെ 7 അനിയത്തി?
അവള് എന്താ പെണ്ണിന്റെ പേര്? അവളുടെ പേരെന്താ? ശാരികയാണോ നീ ഉദ്ദേശിച്ചത്? ആ, ശാരിക. അവളെ ആ വീടിന്റെ പരിസരത്തേക്ക് അടുപ്പിച്ചേക്കരുത്. അവളെ കണ്ടാ മതി എനിക്ക് കലി കയറും, BP കൂടും, മെന്റൽ പ്രഷർ ഉണ്ടാവും. അതുകൊണ്ട് അവളെ പോലുള്ളൊരു വീട്ടിൽ കയറ്റരുത്. ദേവിക അവളാ അന്ന് അനിയത്തെ പറഞ്ഞയച്ചത്. ചെന്ന് ചോദിക്കാൻ. അവളെ എന്റെ മുമ്പിൽ കാണരുത്. അതൊക്കെ പോട്ടെ മോളെ, അതൊക്കെ അവര് നോക്കിക്കോളും. ഓക്കെ, മതി ആന്റി. ഉപദേശം നിർദ്ദേശമൊന്നും അളവിൽ കൂടുതൽ വേണ്ട. കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും അറിയാം. നന്ദ, കണ്ടോ കണ്ടോ, ആ ദേവികയെ പറഞ്ഞപ്പോ ഇവൻ ചൂടായതുണ്ടോ? ഇത് ശരിയാവില്ല. നീ നിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റണം നന്ദ. എന്ത് ആറ്റിറ്റ്യൂഡ് മാറ്റണോ നീ പറയുന്നേ? നന്ദ മതി, ഒരു തർക്കം വേണ്ട. മോളെ അവര് നന്നായിട്ട് കെയർ ചെയ്തോളും. ഓക്കെ നന്ദ, ഒന്ന് വാ. ശരി. ചേച്ചി, ഞാൻ ബില്ല് പേ ചെയ്തിട്ട് വരാം. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. ചേച്ചി, അവൻ എന്തിനാ ചേച്ചി ഇപ്പൊ ചൂടായത്? എന്നെ ഇഷ്ടമല്ലേ അവന്? അതൊക്കെ നിന്റെ തോന്നലാ. അപ്പൊ ഇഷ്ടമാണെന്നാണോ? എന്താണോ സത്യം, ഏതാണോ സത്യം? ഇപ്പൊ വട്ടുപിടിച്ച പോലെ. എന്നെ ഇത്രയും ദിവസം താമസിപ്പിച്ച ഹേ എന്റെ മുറിയെ, മീര നിന്നെ വിട്ടു പോവാ. നിന്റെ കൂടെ ചെലവഴിച്ച ദിവസങ്ങൾ എന്നും എന്റെ ഓർമ്മയിൽ തെളിഞ്ഞു നിൽക്കും. ഉമ്മ. വാ ചേച്ചി, ഒരു സെൽഫി എടുക്കാം. വാ. ഹരിയേട്ട് നോക്കിക്കോ, അവൾ ഇവിടുന്ന് മാറില്ല. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അങ്ങനെ ദേവിയെ കുറ്റപ്പെടുത്താതെ പ്രഭേ. അവളല്ല ഇതിനൊക്കെ കാരണം. പിന്നെ ആരാ? അവൾ ഒരുത്തിയായി ഈ വീട്ടിലെ സ്വസ്ഥത തകർത്തത്. എല്ലാത്തിനും കാരണം പ്രഭയുടെ പിടിവാശിയാണ്. നന്ദൻ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്നു. അതൊരു മഹാ അപരാധമൊന്നുമല്ല. പക്ഷേ ആ പെൺകുട്ടിയെ നന്ദന്റെ ഭാര്യയായി കാണാൻ പറ്റാത്തതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പ്രഭയുടെ ഉണ്ടാക്കിയത്. ഓ, അപ്പൊ ഹരിയേട്ടൻ എന്റെ കുഴപ്പങ്ങൾ കണ്ടെത്തി എന്നെ ശകാരിക്കാൻ വന്നാണോ? അങ്ങനെയല്ല, പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ശരി, ഞാനാണ് തെറ്റുകാരി. തീർന്നില്ലേ? ആ മോളെ, നമുക്കിറങ്ങാം. അങ്കിളും അച്ഛനും എല്ലാവരും എനിക്ക് വേണ്ടിയിട്ടാ സംസാരിച്ച. എനിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഞങ്ങളുടെ ജീവിതം അതെവിടെ ചെന്ന് നിൽക്കും? നന്ദോ ഞാനും ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കും?
നിന്റെ തീരുമാനം എന്താ അത് പറ. ഇവിടെ തന്നെ നിൽക്കാനാ എന്റെ തീരുമാനം. ഒരു കൊലപാതകം നടന്ന വീടെന്ന് ചന്ദ്രോത്ത് വീടിന് നീ ചീത്തപ്പേരുണ്ടാക്കി തരുമല്ലേ? പ്രഭ, എന്താ ഇത്? മീര എന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ ചെന്നാലും അവൾ എന്നെ കൊല്ലും അങ്കിൾ. അത് പിന്നീടുള്ള കാര്യം. തൽക്കാലം ഒന്ന് സേഫ് ആകുക, അതാണ് പ്രധാനം. ഇവിടെ നന്ദുവിന്റെ അടുത്തായിരിക്കും ഞാൻ ഏറ്റവും സേഫ്. പിന്നെ ഞാനും ഒരു വ്യക്തിയാ, ഭാര്യ. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ലേ? ഞാൻ കുറെ ചിന്തിച്ചു. ഇവിടെ നിൽക്കാനാ എന്റെ മനസാക്ഷി പറയുന്നേ. ഞാൻ ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു അങ്കിൾ. എടി പ്രഭ, വേണ്ട, ഞാൻ തന്നെ സംസാരിച്ചോളാം. മുളന്നു വന്നേ. മോളുടെ തീരുമാനം നല്ലതാ. ക്യാരക്ടറുള്ള ഒരാൾക്ക് ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പക്ഷേ ചില സമയത്ത് ബുദ്ധിപരമായിട്ട് കൂടി പെരുമാറണം. സത്യം പറഞ്ഞ അങ്കിൾ, എനിക്കൊന്നും മനസ്സിൽ കയറുന്നില്ല. ഞാൻ നേരത്തെ എന്റെ വീട്ടിൽ വിളിച്ചിരുന്നു. എത്രയും നേരത്തെ അങ്ങോട്ട് ചെല്ലാനാ അമ്മ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു അങ്കിൾ. നിർബന്ധിക്കരുത് അങ്കിൾ, പ്ലീസ്. എനിക്കിനി എന്ത് വന്നാലും ശരി, നന്ദുവിന്റെ അടുത്ത് തന്നെ എനിക്ക് നിൽക്കണം.